പങ്കാളിത്ത വനപരിപാലനം ജനപങ്കാളിത്തത്തോടെ. കാടിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1988 ദേശീയ വനനയത്തിലാണ്. നിങ്ങളുടെ നിലനിന്നുകൊണ്ടിരുന്ന വനസംരക്ഷണത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് വ്യതിചലിച്ച് നിങ്ങൾ പങ്കാളിത്തത്തിലേക്ക് മാറിയേ പറ്റൂ എന്ന് ദേശീയ വനനയം തന്നെ തീരുമാനിച്ചിരുന്നു. അതിനാൽ 1988 തന്നെ ഞങ്ങൾക്കിങ്ങനൊരു നിർദ്ദേശം വന്നിരുന്നു, നിങ്ങളുടെ സംരക്ഷണമെന്ന് പറയുന്നത് പങ്കാളിത്തത്തിലേക്ക് മാറണമെന്ന് പറഞ്ഞു. പക്ഷേ നിലവിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആ പോലീസിങ്ങിൽ നിന്നും വ്യതിചലിക്കാൻ ഞങ്ങൾ കുറേ നാളുകൂടി എടുത്തു. 90ൻ്റെ അവസാനത്തിലൊക്കെയാണ് ഇത് ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് വനത്തിനെ ആശ്രയിച്ച് താമസിച്ചിരുന്ന സമൂഹത്തിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ളതായിരുന്നു. കാരണം ഏതെല്ലാം രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ടും വനസംരക്ഷണം ഞങ്ങൾക്കൊരു കീറാമുട്ടിയായിരുന്നു. രാപകൽ ഓടി നടക്കുന്നു, എന്നാലും ഞങ്ങളുടെ റിസോഴ്സുകൾ, തുറന്നു കിടക്കുന്ന റിസോഴ്സുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഈ ആശ്രയിച്ച് താമസിക്കുന്ന ഈ ഒരു സമൂഹം എന്നും ദാരിദ്ര്യത്തിൽ. അന്നേരം ആ ആശ്രയിക്കുന്നവർക്ക് എന്നും മീൻ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് മീനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് പോവുകയും ഇവരുടെ തനതായ ശൈലിയിൽ അവരുടെ നോളജുകൾ ഞങ്ങളും സ്വാംശീകരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് നീങ്ങുവാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമൂഹത്തെ കൂടുതൽ അടുത്തറിയുവാനും അവരുടെ ഇടയ്ക്ക് പോകുവാനും അവരുടെ ആവശ്യങ്ങൾ പഠിക്കുവാനും അത് എപ്രകാരം അവർക്കും വനംവകുപ്പിനും ഒരുപോലെ ഉയർച്ച കൊണ്ടുവരാൻ വെക്കുന്ന, ഒരുപോലെ സംരക്ഷണം കൊണ്ടുവരാൻ വെക്കുന്ന, ഒരുപോലെ വളരുവാൻ സാധിക്കുന്ന രീതിയിൽ ഈ പദ്ധതി രൂപീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദിവാസികളുടെ സമൂഹം നോക്കിക്കഴിഞ്ഞാൽ 24 വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളുണ്ട്. അതിൽ പ്രിമിറ്റീവായിട്ടുള്ള 5 ആദിവാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. അന്നേരം ഇവരുടെ അവസ്ഥയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വനത്തിലെ സംരക്ഷണത്തിൻ്റെ എത്രമാത്രം സ്ട്രെങ്ത് ആണെന്ന് കാണണമെങ്കിൽ ഇവരുടെ സ്ട്രെങ്ത് കണ്ടാലേ ഒക്കത്തുള്ളൂ. കാരണം ഇവരെത്രമാത്രം പൂറാണോ അത്രമാത്രം വനം പൂറായിക്കൊണ്ടിരിക്കും. അന്നേരം അതിനെ ഒന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയാണ് ഈ PFM അപ്രോച്ച് തുടങ്ങിയത്. ഈ PFM അപ്രോച്ച് തുടങ്ങിയതിനകത്ത് ഒരു ജനകീയ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇവരുടെ നീഡ്, ഇവരുടെ ആവശ്യം, ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്, അതിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വനസംരക്ഷണ സമിതികൾ ഇല്ലെങ്കിൽ എക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റികൾ എന്നുള്ള രീതിയിലേക്ക് പോവുകയും കേരളം ഒട്ടാകെ 640ഓളം വനസംരക്ഷണ സമിതികൾ രൂപീകരിക്കുകയും ഈ വനസംരക്ഷണ സമിതികൾ ഏതാണ്ട് 20% കാടിന്ന് സംരക്ഷിക്കുന്നത് ഈ വനസംരക്ഷണ സമിതികളാണ്. ഈ വനസംരക്ഷണ സമിതികൾ ഫോം ചെയ്താൽ മാത്രം പോരാ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ദൈനംദിന ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ വനംവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിലും അവർ പങ്കാളികളായി തീർന്നു. അവർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ട്രൈഫഡിൻ്റെ VDVK പ്രോഗ്രാം, നഗരവനം യോജന, ഗ്രീൻ ഇന്ത്യ മിഷൻ, സ്കൂൾ നഴ്സറി യോജന, പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ NDFP കളക്ഷൻ, വേരിയസ് പ്രോജക്റ്റ് ആക്ടിവിറ്റീസിലെല്ലാവരും അവർ പങ്കാളിയായി തീർന്നു. അതോടൊപ്പം തന്നെ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് കേരളത്തിലെ 50% ടൂറിസം നടക്കുന്നത് കാടിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഇവിടെ എല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻ്റേതെന്ന് പറയാവുന്ന രീതിയിൽ ഈ വന ആശ്രിത സമൂഹം അവിടെ വന്നപ്പം ഞങ്ങളുടെ സംരക്ഷണം, ഞങ്ങളുടെ പ്രവർത്തനം ഇച്ചിരൂടെ സുഗമമായി. ടൈമിൽ ഓപ്പണായിട്ട് കിടക്കുന്ന വലിയൊരു ഗണറിയുടെ മുതലാളിമാരായിട്ട് വെറും 3000-4000 പേര് കേരളം ഒട്ടാകെ ലാത്തി കൊണ്ടോ തോക്കുകൊണ്ടോ നടക്കാത്ത ഒരു സാഹചര്യമാണ് ഈ പങ്കാളിത്തത്തോടു കൂടി ഞങ്ങൾക്ക് വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ ഒത്തത്. ഏതാണ്ട് 2500ഓളം ആൾക്കാർക്ക് സ്ഥിരം തൊഴിലും ഏതാണ്ട് 20,000-30,000 ആൾക്കാർക്ക് ഇതിനോട് അടിസ്ഥാനമാക്കി തൊഴിൽ കിട്ടുന്ന ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എപ്രകാരമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ നിന്നും ഇവർ പൊല്യൂട്ടർ മസ്റ്റ് പേ എന്ന ഒരു ആശയത്തിൽ എൻട്രി ഫീ അല്ലാതെ ഈ പറയുന്ന വ്യക്തിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന എമൗണ്ടിൽ 90% അവരുടെ സമൂഹത്തിന് വേണ്ടി, അവരുടെ ചുറ്റുപാട്, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എക്കോസിസ്റ്റം മാനേജ്മെൻറ്റ് ഫണ്ടിലൂടെ നമ്മൾ നടപ്പിലാക്കി വരുന്നത്. അവരെ ഈ സമൂഹം കളക്ട് ചെയ്യുന്ന വേരിയസ് മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് അത് എത്രമാത്രം മാർക്കറ്റിംഗ് രീതി എത്രമാത്രം ബെറ്ററായിട്ട് കൊണ്ടുവരാൻ ഒക്കുന്ന രീതിയിൽ അതിനെ പാക്ക് ചെയ്ത് അത് വനശ്രീ ഷോപ്പുകളിലൂടെ വിൽക്കുകയും കഴിഞ്ഞ വർഷത്തെ അവരുടെ ടേൺ ഓവർ തന്നെ 9,28,00,000 രൂപയാണ്. ഏതാണ്ട് 50,000 വ്യക്തികളാണ്
ഇതിൻ്റെ NTFP കളക്ടേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവരുടെ ഹെൽത്താണ് നാച്ചുറലി ഫോറസ്റ്റിൻ്റെ ഹെൽത്തായിട്ട് മാറിയിരിക്കുന്നത്. ഒരു രീതിയിലും കാടിനെ ഒരു രീതിയിലും അവർ ഡിസ്റ്റർബ് ചെയ്യാത്ത, വനത്തിനെ ആശ്രയിച്ചുകൊണ്ട് കഴിയുന്ന ഒരാൾക്കാർക്ക് സ്വയം തന്നെ അവരുടെ തൊഴിൽ ചെയ്യാൻ ശീലിച്ചപ്പം വനത്തിനോടുള്ള അവരുടെ പ്രഷർ, വനത്തിനോടുള്ള ഡിസ്റ്റർബൻസ് നാരെ കുറഞ്ഞു വരികയെന്ന ഒരു അവസരമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. നോക്കിക്കഴിഞ്ഞാൽ അത് അവർ കളക്ട് ചെയ്യുന്നു, വനംവകുപ്പിന് കൊടുക്കുന്നു, വനംവകുപ്പ് അത് NTFP പ്രോസസ് സെൻ്ററിൽ വെക്കുന്നു, അവിടുന്ന് അവിടെ സ്റ്റോർ ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുന്നു, എക്കോ ഷോപ്പിൽ കൊടുക്കുന്നു, അതിൻ്റെ പ്രോഫിറ്റ് വീണ്ടും അവരിലേക്ക് എത്തുന്നു. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വനശ്രീ ഷോപ്പുകൾ. ഇതോടൊപ്പം തന്നെ വനംവകുപ്പ് നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന വനപരിപാലനത്തിൽ എല്ലാവരും പങ്കാളികളായി. അതിലൊക്കെ അവരുടേതായിട്ടുള്ള തനതായ നോളജുകളും ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു വനസംരക്ഷണത്തിന് വേണ്ടി. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ, ഇവരുടെ ദൈനംദിന ഒരു 1-2 സ്റ്റോറികൾ പറയാം. കമ്മ്യൂണിറ്റി ഫാമിംഗ് ഓഫ് PTR. നല്ല കർഷകരാണ്. പ്രശ്നം എന്ന് പറഞ്ഞത്, അവരെ നമ്മൾ പഠിച്ചപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ കുരുമുളകുണ്ട്, പക്ഷേ എന്നും കടക്കാരാണ്. അവരുടെ കടം അവർ പറയുന്നത് 7 ലക്ഷം രൂപ, കടക്കാരോട് ചോദിച്ചപ്പോൾ 21 ലക്ഷം രൂപ. നമ്മൾ ഒരു വർഷം അവരുടെ കടം മൊത്തം ഞങ്ങൾ കൊടുത്തോളാമെന്ന് നമ്മൾ ഏറ്റെടുക്കുകയും അവരുടെ പ്രൊഡക്റ്റുകൾ മൊത്തം വിറ്റ് ഒരു വർഷം വിറ്റപ്പോൾ 52 ലക്ഷം രൂപ. ഈ പറയുന്ന വ്യക്തി ഇവരുടെ കുരുമുളക് മൊത്തം ഏറ്റെടുത്തിട്ട് ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് കൊടുക്കും. അന്നേരം ഇതിനൊരു പരിഹാരമായി കഴിഞ്ഞപ്പോഴത്തെ എന്ത് പറ്റി, ഇത്രയും കുരുമുളക് കൃഷിയും കിട്ടുന്നത് തുച്ഛമായ കാശ്, ബാക്കിയുള്ള സമയം മൊത്തം വനത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. വനത്തിൽ നിന്ന് വിറകെടുക്കുന്നു, അത് വിറ്റ് കാശുണ്ടാക്കുന്നു. ഇത് വന്നപ്പം അവർക്ക് കാശ് അധികമായി. അന്നേരം വനത്തിനോടുള്ള ഡിസ്റ്റർബൻസ് കുറഞ്ഞു, ഇവർ ഭയങ്കര ഹെൽത്തിയായി, നല്ലപോലെ അവർക്ക് വരുമാനം കിട്ടാൻ തുടങ്ങി. അതുപോലെ മറ്റൊരു സാധനമാണ് ഫിഷർമാൻ ഗ്രൂപ്പ്. തെക്കടിയിലെ നമ്മുടെ തന്നെ ജലാശയത്തിൽ എക്സോട്ടിക് ആയിട്ടുള്ള ചില മത്സ്യങ്ങൾ അവിടെ പെടുകയും അതിൻ്റെ എണ്ണം കൂടുകയും ചെയ്തപ്പോഴത്തേക്ക് അതിനെ പിടിക്കാനുള്ള അനുവാദം നമ്മൾ ഈ സൊസൈറ്റിയിലെ ഈ അംഗങ്ങൾ കൊടുക്കുകയും അവർ പിടിച്ചുകൊണ്ട് വരുന്ന മീനുകൾക്ക് ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് മാന്യമായ വേതനം അവർക്ക് കിട്ടുന്ന രീതിയിൽ അതിനെ വിൽക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരും. അന്നേരം ശാസ്ത്രീയമായിട്ട് വനംവകുപ്പ് തന്നെ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന നടപടികൾ അത് ഇവർക്ക് തൊഴിൽ കിട്ടുന്ന രീതിയിലേക്ക് അതിനെ അവലംബിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് തൊഴിലുമായി എക്സോട്ടിക് സ്പീഷീസിൻ്റെ എണ്ണം ജലസംഭരണിയിൽ കുറയുകയും ചെയ്യാൻ തുടങ്ങി. അവർ കാടിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന അവസ്ഥ കുറഞ്ഞു വരികയും ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരെണ്ണമാണ് മറയൂർ മേഖലയിൽ ആൾക്കാരുടെ കൃഷി, നല്ലപോലെ കൃഷി ചെയ്യുന്നൊരു സമൂഹമാണ്. എത്ര കൃഷി ചെയ്തിട്ടും അവരുടെ വരുമാനം അവിടെ തന്നെ നിൽക്കുക. എന്നിട്ട് ഈ കൃഷി ചെയ്യുന്ന സാധനത്തിന് എല്ലാത്തിനൂടെ നമ്മൾ തന്നെ ഒരു ഓർഗാനിക് മാർക്കറ്റ് അവിടെ തുടങ്ങി, ചില്ല എന്ന പേരിൽ. ആ ചില്ലയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴാഴ്ച രാവിലെയും നിങ്ങൾക്ക് എത്ര സാധനം വേണമെങ്കിലും കൊണ്ടുവരാം. ഞാൻ അതിൻ്റെ ഫോട്ടോഗ്രാഫോട് കാണിക്കാം. കണ്ട ഇത്രമാത്രം സാധനം, അത് ഏത് സാധനമൊന്നുമില്ല, ഏത് സാധനം അവർ കൊണ്ടുവരാം, അവിടെ വെക്കാം. അവിടെ വെച്ചിട്ട് അവർ തന്നെ തീരുമാനിക്കുന്നു ഇതിന് എത്ര രൂപ വേണം. അവർ പറഞ്ഞു സാർ മാർക്കറ്റ് ഇതിന് 50 രൂപ ഉണ്ട്, ഞങ്ങളൊരു 40 രൂപ കൊടുക്കാം. 40 രൂപക്കുള്ളിൽ ലേലം 30 തുടങ്ങുന്നു, ലേലം 70 തീരുന്നു. വിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അനുവാദം മേടിച്ചിട്ട് വിൽക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും ഉണ്ട്. അവിടുത്തെ സ്ത്രീകളാണെങ്കിൽ നമ്മളോട് തന്നെ സംസാരിക്കാൻ വരാത്ത സ്ത്രീകളെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് അവർ തന്നെ കൊണ്ടുവരുന്നു, അവരുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നു, അവർ തന്നെ അതിൻ്റെ കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അതിൻ്റെ അക്കൗണ്ടിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2013 നമ്മൾ തുടങ്ങിയപ്പോൾ ഏതാണ്ട് 21 ലക്ഷത്തിൽ നിന്ന ഇത് 2024-25 ആയപ്പോഴത്തേക്ക് ഏതാണ്ട് 2.5 കോടി രൂപയാണ് ഒരു വർഷത്തെ ഒരു വരുമാനം. അങ്ങനെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി വനസംരക്ഷണം എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ വ്യാഖ്യാനം, ഞങ്ങളുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡേ ബൈ ഡേ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെ ഇവർക്ക് പങ്കാളിത്തം കൊണ്ടുവരാനൊക്കും, ഇതൊക്കെ വനസംരക്ഷണത്തിന് എങ്ങനെ ബാധകമാകാം എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളുടെ 1980-കളിലെയും 90-കളിലെയും ഒക്കെയുള്ള ഞങ്ങളുടെ വ്യാഖ്യാനം. അതെല്ലാം മാറിയിട്ട് എങ്ങനെയൊക്കെ ഇവരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് ഒന്നും അറിയാതെ തന്നെ വനസംരക്ഷണത്തിലേക്ക് ഞങ്ങൾക്ക് സഹായകരമായി തീരുകയും ചെയ്തു. മറയൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നകരമായ ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇവർ എക്കണോമിക്കലി ഹെൽത്തി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അവിടെ നിലനിൽക്കണം, ആ കാട് അവിടെ നിലനിൽക്കണം, എന്നാൽ മാത്രമേ ഞങ്ങളുടെ നിലനിൽപ്പുള്ളൂ എന്നുള്ള തോന്നലിലേക്ക് അറിയാതെ തന്നെ വനസംരക്ഷണത്തിൽ ഒരു പങ്കാളികളായിത്തീരുന്നു. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ
ഇവിടെയാണ് അവൻ്റെ ടോട്ടൽ സെയിൽ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത്. 21 lakhs തുടങ്ങിയിട്ട് ഏതാണ്ട് 2.5 crore rupeesലേക്ക് അവരെത്തി. അവർ ഓരോ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇതായിരുന്നു അവരുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വനം വകുപ്പിൽ ഇങ്ങനെയുള്ള പല മോഡലുകളും വനസംരക്ഷണത്തിന് ജനപങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്നുള്ളത് തെളിയിക്കുവാൻ സാധിച്ചു. ഇങ്ങനെ കേരളത്തിലുടനീളം പല മോഡലുകൾ വിജയകരമായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ജനപങ്കാളിത്തം വനസംരക്ഷണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ നീങ്ങി. താങ്ക് യു സാബി വർഗീസ്. 2014-15 ഘട്ടത്തിൽ ഞാൻ കോട്ടയം ഹൈറേഞ്ച് സർക്കിളിൻ്റെ ചീഫ് കൺസർവേറ്റർ ആയിരുന്നു. അപ്പോൾ സാബി വർഗീസ് ആയിരുന്നു DFO മറയൂർ. ഭയങ്കര സ്മഗ്ലിംഗ് ടൈമായിരുന്നു ആ ടൈം. വിനോദ് വാസ് റേഞ്ച് ഓഫീസർ. അപ്പോൾ ഒരു ദിവസം സാബി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്, സർ മറയൂരിലുള്ള ആദിവാസി മേഖലയിൽ നിന്ന് ഈ കാട്ട് പടവളങ്ങ ആയുർവേദ കമ്പനികൾ 2 രൂപ കിലോ, 2 രൂപ തൊട്ട് 5 രൂപ കിലോ എന്ന് പറഞ്ഞ് അവർ പട്ടിച്ച് കൊണ്ടുപോവുകയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണം? കാരണം പാവപ്പെട്ട ആദിവാസി സമൂഹത്തിന് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് അവർക്ക് അറിയില്ലാണ്. അപ്പം അങ്ങനെയാണ് സാബിക്ക് ഒരു അതോറിറ്റി കൊടുത്ത് അവിടെ ഈ ചില്ല എന്ന് പറയുന്ന ഇത് തുടങ്ങി. ചില്ല അവിടെ ഓപ്ഷൻ, പിന്നെ എല്ലാ ആയുർവേദ കമ്പനികളും ഈ ചില്ലയിൽ പങ്കെടുത്ത് മാത്രമേ ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ തുടങ്ങിയ ചില്ല പതുക്കെ പിന്നെ ഒരു ഈലാണ് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മൂന്നാറോ അല്ലെങ്കിൽ മറയൂർ ഭാഗത്തിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് പോയി കാണണം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ പോലും എവിടെയും അതുപോലെ ഒരു കട കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്കുള്ള ഒരു ചീപ്പസ്റ്റ് സ്റ്റോറാണ്. ഒരു 4-5 മാസം മുമ്പ് ഞാനും പോയിരുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് വണ്ടിയിൽ ഒരു 4-5 ബാഗോടെ ഒരു 2-3 ഉദ്യോഗസ്ഥന്മാർ സാധനങ്ങൾ എടുത്തിട്ട് പോയി. ആക്ച്വലി അതെല്ലാം കളക്ട്രേറ്റിന് വേണ്ടി ഒരു 20,000 rupeesക്കുള്ള സാധനമാണ് അവർ പർച്ചേസ് ചെയ്തിരുന്നത്. അത്ര ചീപ്പാണ്. ഇതെല്ലാം നടത്തുന്നത് അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീസ് തന്നെ. വനംവകുപ്പ് ജസ്റ്റ് ഒരു ലീഡർഷിപ്പ് മാത്രമേ തരുന്നുള്ളൂ. മറ്റതെല്ലാം അവിടെയുള്ള സംരക്ഷണ സമിതികളാണ്. ഉറപ്പായിട്ടും അത് ഈല എന്ന് പറയുന്ന ഈ കടയ്ക്ക് ആ സൈഡ് പോവുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഭയങ്കര ചീപ്പാണ്. മാർക്കറ്റ് റേറ്റെക്കാട്ടിൽ 50% എല്ലാ സാധനവും, ടൂത്ത് പേസ്റ്റ് തൊട്ട് അരി തൊട്ട് എല്ലാ സാധനവും അവിടെ 50% റേറ്റിൽ നമുക്ക് കിട്ടും. അതൊരു വലിയ അച്ചീവ്മെൻറ്റാണ്. സാബി വർഗീസ്ക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ പീപ്പിൾസ് പാർട്ടിസിപ്പേഷനോടെ എങ്ങനെ നമുക്ക് എൻവയറമെൻറ്റും കൂടെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാബി, വെരി നൈസ് പ്രസൻറ്റേഷൻ.